എനിക്ക് തോന്നുന്നു അവളെയും കൊണ്ടൊരു 3 പ്രാവശ്യം സി എമ്മിനെ കാണാൻ പോയിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സി എമ്മിനെ കാണാൻ പോകുന്നതെന്ന് ചിലരൊക്കെ എന്നോട് ചോദിച്ചു. അത് അവൾക്കൊരു ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടിയാണ്. നമുക്കൊക്കെ നമ്മൾ പറയുമല്ലോ ഇരട്ടച്ചങ്കൻ എന്നാണല്ലോ നമ്മൾ വളരെ രസകരമായി അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സാധാരണ എപ്പോഴും ഒരു മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ മാക്സിമം അത്രയൊക്കെ സംസാരിക്കും. ഒന്ന് ആശ്വസിപ്പിക്കും, സമാധാനമായിരിക്കും, സർക്കാർ കൂടെയുണ്ട്, പാർട്ടി കൂടെയുണ്ട്, സഖാക്കൾ കൂടെയുണ്ട്, ഇങ്ങനെയൊക്കെയാണ് എപ്പോഴും പറയുന്നത്. പക്ഷേ ഈ വിധി വന്നതിന് ശേഷം അവൾ കുറച്ച് മാനസികമായി തകർന്ന്, പ്രത്യേകിച്ച് ആ ഒരു വൃത്തികെട്ടവൻ്റെ ഒരു വീഡിയോയും കൂടെ വന്നപ്പോൾ അവൾ നന്നായിട്ട് തന്നെ അവളൊന്ന് തകർന്നു പോയി. അപ്പം എനിക്ക് തോന്നി ഈ സമയത്ത് അവളെ ഒന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കണം. അങ്ങനെ ഞാൻ ട്രെയിനിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പം സി എം ഉണ്ടായിരുന്നു ട്രെയിനിൽ. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് അവളെ കാണാൻ ഒരു സമയം. അതിനെന്താ, കാണാമല്ലോ, ഓഫീസിൽ നിന്ന് വിളിക്കും എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു വെറുതെ പറയുന്നതായിരിക്കാം. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എന്തായാലും ഒരു ക്രിസ്മസ് പരിപാടിയുണ്ട്, അതിൽ വരട്ടെ, അവിടെ വെച്ച് ചേച്ചി സി എമ്മിനോട് ഒന്ന് സംസാരിച്ചാൽ മതി. ആ ക്രിസ്മസ് പരിപാടിയിൽ ഞാൻ സി എമ്മിനോട് ഞാൻ പറഞ്ഞു, വീട്ടിൽ അവൾ കുറച്ചു നേരം അവളോടൊപ്പം ഇരുന്ന് സംസാരിക്കണം. ഞാനിപ്പോൾ വീട്ടിൽ പോകും, അപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരും അറിയാതെ, ഒരു മാധ്യമങ്ങളും അറിയാതെ, വളരെ ഇതിനൊരു കൊട്ടിഘോഷിക്കലോ ഒന്നുമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും സി എമ്മിനെ കാണാൻ പോയി. ചേച്ചി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറോളം അവളോടിരുന്ന് സംസാരിച്ചു. ഇത്രയധികം സംസാരിക്കുന്ന ഒരു സി എമ്മിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന് തോന്നി അവൾ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ അവളോട് അത്രയും സംസാരിച്ചാൽ മാത്രമേ അവൾക്കൊരു ആശ്വാസമോ ഒരു ധൈര്യമോ അവൾക്കുണ്ടാകുള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം അവളോട് കുറേയധികം കാര്യങ്ങൾ, പല ഉദാഹരണങ്ങളും ഒക്കെ സംസാരിച്ചു. ഞങ്ങളൊക്കെ ഇല്ലേ, സഖാക്കളില്ലേ കൂടെ, ഇതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. സഖാക്കളില്ലേ നിന്റെ കൂടെ, എന്തിനാണ് ഭയപ്പെടുന്നത്, എന്തിനാണ് തളരുന്നത്? നീ ഇന്ന് കേരളത്തിൻ്റെ മകളാണ്, നിന്നോടൊപ്പമാണ് ഇന്ന് മനസാക്ഷിയുള്ള ജനങ്ങൾ എന്ന് പറയുമ്പോൾ അവൾക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം, അവൾക്ക് കിട്ടുന്ന ഒരു സമാധാനം, അതാണ് ഞാൻ പറഞ്ഞത്. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം അത് അവളോട് പറയുന്നത്. ഞാനവിടെ ഇരുന്ന് കണ്ണു നിറയുകയായിരുന്നു. കാരണം ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് ഇതൊക്കെ തന്നെയായിരിക്കും പറയുന്നത്. അന്ന് ടീച്ചറും കമല ചേച്ചിയും അവളെ അണച്ചു പിടിച്ചാണ് അന്ന് ആശ്വസിപ്പിച്ചത്. അത് അവൾക്ക് കൊടുത്ത ഒരു ധൈര്യവും ഒരു ആത്മവിശ്വാസവും വളരെ വലുതാണ്. ഇന്ന് നമ്മളുടെ ഈ അവളോടൊപ്പം എന്ന പരിപാടിയും ഞാൻ അവൾക്ക് ഇന്നലെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. അങ്ങനെ അവളെ ദിനം ഓരോ മണിക്കൂർ വെച്ച് അവളെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നോക്കൂ, അവൾ മനസ്സമാധാനമായി ജീവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് നരാധമന്മാരുണ്ട് അയാളോടൊപ്പം. അവരെന്തൊക്കെ പറഞ്ഞാണ് സന്തോഷിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അവളുടെ ദാമ്പത്യ ജീവിതം തകർന്നു എന്ന്. അവള് ഹസ്ബൻഡിൻ്റെ കൂടെ ഇപ്പോൾ ഒരു യാത്ര പോയിരിക്കുകയാണ്. ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കാൻ വേണ്ടി അവൾ പോയിരിക്കുകയാണ്. അവളെ ഒരു വിധത്തിലും അവൾ സമാധാനമായി ജീവിക്കാൻ പാടില്ല. ഇതിൽ കൂറുമാറിയ 2 വ്യക്തികൾ സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞ ആളാണ്. അവരാണ് കോടതിയിൽ പോയി മൊഴി മാറ്റിയത്. ഇതെല്ലാം എന്തിൻ്റെ പേരിലായിരിക്കാം? എന്താണ് അവരെ ഭയപ്പെടുത്തുന്നത്? ആൺ പെൺ വ്യത്യാസമില്ലാതെ പണമാണോ, സ്വാധീനമാണോ, മറ്റെന്താണ് ഭയപ്പെടുത്തുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സുപ്രീം കോടതിയിൽ എത്തുന്നത് വരെ നമ്മൾ ഈ പോരാട്ടം തുടർന്നു കൊണ്ടേയിരിക്കും.
നമ്മളിത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കെ പറയുന്നു, എന്നോടൊപ്പം നിങ്ങൾ ഉറക്കെ പറയണം, എന്നും എന്നും അവളോടൊപ്പം, എന്നും എന്നും അവളോടൊപ്പം, എന്നും എന്നും അവളോടൊപ്പം.